ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഞാൻ എഡ്വിൻ എസ് തോമസ്, കണ്ണൂർ പുതിയങ്ങാടി അസംബ്ലീസ് ഓഫ് ഗോഡ് സഭാംഗമാണ്. ജേണി ത്രൂ ദ സാംസിന്റെ 1-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 1. ഈ സങ്കീർത്തനത്തിൽ ദുഷ്ടനെക്കുറിച്ചും നീതിമാനെക്കുറിച്ചും കാണുവാൻ കഴിയും. 1-ാം വാക്യത്തിൽ 3 കൂട്ടരെ നമുക്ക് കാണാം: ദുഷ്ടൻ, പാപി, പരിഹാസി. ദുഷ്ടൻ എന്ന് അർത്ഥമാക്കുന്നത് ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന മനുഷ്യനെന്നാണ്. അവൻ സ്വന്തം ആലോചന പ്രകാരം ആണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ ആലോചന പ്രകാരം നാം നടക്കരുത്. അങ്ങനെ നടന്നാൽ പാപികളുടെ വഴിയിൽ നിൽക്കാൻ തോന്നും, പിന്നീട് പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാൻ തോന്നും. ഇത് 3 നാം ചെയ്യരുത്. 2-ാം വാക്യത്തിൽ കാണുന്നത് എന്തിലാണ് സന്തോഷിക്കേണ്ടത്, എന്തിനെയാണ് ധ്യാനിക്കേണ്ടത്, അങ്ങനെയുള്ളവന്റെ അവസ്ഥയെക്കുറിച്ചും ആ വാക്യത്തിൽ പറയുന്നു. 32-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ നാം കാണുന്നത്: ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരുന്നത് ദൈവമാണ്. ആ ദൈവത്തിന്റെ ആലോചന മാറാത്തതാണ്. ആ ദൈവിക ആലോചന കേൾക്കാനായി നാം കാത്തിരിക്കണം. ദൈവം ആലോചന തരുന്നത് വചനത്തിലൂടെയാണ്. ആകയാൽ ആ വചനത്തിൽ സന്തോഷിച്ച് ആ വചനത്തെ രാവും പകലും ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അങ്ങനെയുള്ള ഭാഗ്യവാൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും. നമ്മിൽ നിന്ന് പുറത്തു വരേണ്ടതായ ആത്മീയ അനുഭവങ്ങളാണ് ഫലം. നീതിമാൻ ഭാഗ്യവാനാണ്, ഫലം കായ്ക്കുന്നവനാണ്. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാരുടെ വഴിയും അതിൽ നടക്കുന്നവരും എന്നേക്കുമായി നശിക്കുന്നു. ദുഷ്ടന്മാർ നിൽപ്പാൻ കഴിയാതെ വണ്ണം അവർ പാറിപ്പോകും. അവരുടെ വഴി നാശകരമാകുന്നു. 6-ാം വാക്യത്തിൽ കാണുന്നത് നീതിമാന്മാരുടെ വഴി അറിയുന്ന ഒരു ദൈവത്തെ കാണാൻ സാധിക്കുന്നു. നീതിമാന്മാർ ദൈവം നട്ടിരിക്കുന്ന വൃക്ഷങ്ങളാണ്. ദൈവജനത്തിന് ജീവൻ നിൽക്കേണ്ടതിന്, നിരന്തരം ഫലം കായ്ക്കേണ്ടതിനും ദൈവത്തിന്റെ ആത്മാവ് ആവശ്യമാണ്. ദൈവവചനത്തിൽ എപ്പോഴും സന്തോഷിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ദൈവ പൈതൽ താൻ അനുഗ്രഹത്തിന്റെ ഉറവിടത്തിലാണെന്ന് മനസ്സിലാക്കാം. ദൈവ നീതിമാന്മാരെ സ്നേഹത്തോടും കരുതലോടും വഴി നടത്തുന്നു. ആകയാൽ ദൈവത്തിന്റെ വചനത്തിൽ വേരൂന്നി ഫലം കായ്ച്ച് നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, നല്ലൊരു ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ ചിന്തിച്ച ദൈവവചനം പോലെ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക സമയത്ത് ഫലം കൊടുക്കുന്നതുമായ നല്ല വൃക്ഷങ്ങളായി തീരുവാൻ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ.